ഇന്ന് മാർച്ച് 22, 2026. അപ്പോൾ ഇന്ന് പറയുന്നത് 198 ലക്ഷം രൂപ മുടക്കിയിട്ട്, അല്ലെങ്കിൽ 800 മില്യൺ കോടി അമേരിക്കൻ ഡോളർ മുടക്കിയിട്ട് ലോകരാജ്യത്ത് ഒരു ഡോക്ടറും നിങ്ങൾക്ക് ഒരു മരുന്നും ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് അത് അനുഭവപ്പെട്ടുകൊണ്ട് ഞാനും ഇതുപോലെ കുടുങ്ങിയിട്ട് കുറച്ച് കാലങ്ങളുണ്ടായിരുന്നതിൻ്റെ മുന്നേ അങ്ങനെയാണ് ഞാൻ ഈ മരുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് രോഗം മാറണമെന്ന് ആവശ്യമുള്ളവർ 800 മില്യൺ കോടി അമേരിക്കൻ ഡോളർ മുടക്കിയിട്ടും 3000 തവണ കീമോതെറാപ്പി ചെയ്തിട്ടും 10,000 തവണ ഡയാലിസിസ് ചെയ്തിട്ടും രോഗം മാറാത്ത ആളുകളുണ്ടാവും. ഉണ്ട്. ഇത്തരക്കാർക്ക് രോഗം മാറണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2-3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങൾ വന്ന ഉടനെ ഞാനൊരു വീഡിയോ പിടിക്കും. അതുപോലെ ഈ സൂക്കട് ഞാൻ 1.5 മാസം കൊണ്ടതിൻ്റെ ഉള്ളിൽ 10 ദിവസം, 5 ദിവസം, പിന്നെ 25 ദിവസം. ആദ്യം എടുക്കുന്നത് ആദ്യത്തെ 6 ദിവസത്തിന് അല്ലെങ്കിൽ 10 ദിവസത്തിനാണ് ആദ്യത്തെ മരുന്നിനെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ, അതായത് 2-3 സെറ്റായിട്ടാണ് മരുന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ചിലവൊക്കെ നിങ്ങൾ അടക്കേണ്ടി വരും. ചില ആൾക്ക് വെറും 7,000 രൂപ 9,000 രൂപയുടെ ഒരു ദിവസത്തിന് വരിക. ചില ആളുകൾക്ക് അത് പിന്നെ 56,000 രൂപ 65,000 രൂപയാണ് ചിലർക്ക് വരിക. ചില ആൾക്ക് ഇതേ സാധനം 1.5 കോടി രൂപ വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പുതിയ, അതായത് ആക്സിഡൻറ്റ് പറ്റിയ ഒരാളാണ് വരുന്നത്, നട്ടെല്ല് മുറിഞ്ഞ് തലയോട്ടി ഒക്കെ കേടൊക്കെ ക്ഷതം വന്നിട്ടുണ്ടെങ്കിൽ, പൊട്ടിയിട്ടുണ്ടെങ്കിൽ, ഇത് തൽക്കാലം നേരാക്കാൻ ആദ്യത്തെ ഗഡുവ് 1 ലക്ഷം രൂപ മേടിക്കും. അത് ഈ ഒരു ദിവസത്തെ ചെയ്യാവുന്ന മരുന്നിനാണ്. അതിൽ ചിലതിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് ചില ആളുകൾക്ക്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 90 കൊല്ലമായിട്ട് തലയോട് പൊട്ടിയതും അതുപോലെ നട്ടെല്ല് പൊടിഞ്ഞ ഒരാൾക്കും സ്പൈനൽ കോഡ് കംപ്ലൈൻ്റ് ആയാലും 80 കൊല്ലം 90 കൊല്ലമായിട്ട് ബോധം കെട്ട് കിടക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 40% ആളുകളുണ്ട്. അത് ഞാനിങ്ങനെ പോയിട്ട് പിന്നെ മലപ്പുറം ജില്ലയിലെ പോയി നോക്കിയെങ്കിലും മലപ്പുറം ജില്ലയിൽ മാത്രമല്ല അതുള്ളത്. തിരുവനന്തപുരത്തുണ്ട്, പിന്നെ കോട്ടയം ജില്ലയിലുണ്ട്, അതുപോലെ എറണാകുളത്തുണ്ട്. ഇങ്ങനെ പല മേഖലയിലുണ്ട്. ചില ആളുകളെ 50,000 ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ മാറാതിരിക്കുക. ഇത് ഈ രോഗം നിങ്ങൾക്ക് മാറണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഈ 1 മാസം 1.5 മാസം പച്ചമരുന്ന് ഉപയോഗിക്കണം. അത് നിങ്ങൾ പച്ചമരുന്നെന്ന് വിചാരിച്ചാൽ ഇത് പിന്നെ വേപ്പിൻ്റെ ഇലയാണോ അല്ലെങ്കിൽ ചീമക്കൊന്നര ഇലയാണെന്നൊക്കെ ധരിക്കും നിങ്ങൾ. അത് നിങ്ങളുടെ ധാരണ, നിങ്ങളുടെ തെറ്റാണ്. അതായത് ആവശ്യം നടക്കണമെങ്കിൽ അതിൻ്റെ സംവിധാനം ചെയ്യണം. അതായത് ഇപ്പോൾ സുമാർ ഞാൻ പറഞ്ഞാൽ സുമാർ 20 ദിവസം അരച്ച മരുന്നും 5 ദിവസം കഷായം കുടിക്കാണ്ട് അത് നടക്കില്ല. സുമാർ അത് ചിലവർക്ക് കൂട്ടിയിട്ട് വേണ്ടി വരും. അതായത് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വല്ലാതെ ഞരമ്പിന് തകരാറുണ്ടെങ്കിൽ അവർക്ക് 3 മാസം മരുന്ന് ചെയ്യേണ്ടി വരും. മാത്രമല്ല 1 കൊല്ലം വെറുതെ ഇരിക്കുകയും വേണ്ടി വരും. ചിലവർക്ക് 3 കൊല്ലം വെറുതെ ഇരിക്കണം. ഇതും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഇനിയും 1-2 തവണ ഇതുപോലെ ഒരു 4-5 ദിവസം മരുന്ന് വെക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇങ്ങനെ അല്ലാണ്ട് അത് ചെയ്യാൻ പോയില്ല. പിന്നെ ഇത് ആശുപത്രിക്കാർ ചെയ്ത പാൾട്ടായതുകൊണ്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ ഇത് റിട്ട് കംപ്ലയിൻറ്റ് ചെയ്ത് ആ ജഡ്ജിമാരടക്കം ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും മുസ്ലിം സമുദായത്തിന് ചോദ്യം ചെയ്യാത്തോടത്തോളം കാലം ഇതൊന്നും പുറത്തേക്ക് വരില്ല. നമ്മളെ കൂട്ടത്തിൽ പിന്നെ ഇരിക്കുന്നത് വലിയ തരത്തിലുള്ള തങ്ങൾ എന്ന വേഷം കെട്ടിയുള്ള കുറേ മോശമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് കുറേ കല്ലേക്കാട്ടിലെ തങ്ങന്മാരുണ്ട്. അവരാണ് എനിക്കിവിടെ മനസ്സിലായത്തോളം ഏറ്റവും കൂടുതൽ. അപ്പോൾ അവരിന്നലെ പറഞ്ഞിരിക്കുകയാണ് TP ഷാജിക്ക് കുറേ നിലപാടുകൾ, അതേമാതിരി CPM-ൻ്റെ കുറേ നിലപാടുകൾ. ഇവരെ ശരിക്കുള്ള നിലപാടെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ നിലപാടൊക്കെ ഇതിൻ്റെ മുമ്പ് മനസ്സിലായതൊന്നുണ്ട്. ആൾമാറാട്ടം, കുറ്റകൃത്യങ്ങൾ, ഇവർ രാജ്യവ്യാപകമായിട്ട് ഇന്ത്യയിൽ മാത്രമല്ല പുറം രാഷ്ട്രങ്ങളും അക്രമം ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കല്ലേക്കാട്ടുകാരെന്ന് പറഞ്ഞ വീട്ടുകാരായിട്ട് നല്ല ബന്ധം ഇത് കാണുന്നുണ്ട്. കാരണം ഇവർ പലവരും ഇതിൻ്റെ മുമ്പ് ഉള്ളിൽ കൂടെ വെച്ച് മുഴങ്ങണി ഞാൻ കേട്ടതാണ്. അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് അറിയില്ല. ഇപ്പോഴാണ് കാര്യത്തിലേക്ക് ഇങ്ങനെ കടന്ന് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പറയുന്നത്, രോഗം മാറണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ ഈ വാക്ക് കേട്ടിട്ട് പോകണമെങ്കിൽ നിങ്ങൾ മൈസറയിലേക്ക് പോയിക്കോ, അത് എളുപ്പമാവും. അതല്ല നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ജോലി ചെയ്യണം, രോഗം മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഭാഗത്തേക്ക് അപ്പം ചിലപ്പോൾ ഒരു 10 ലക്ഷമോ അല്ലെങ്കിൽ 5 ലക്ഷമൊക്കെ രൂപ മുടക്കേണ്ടി വരും. അല്ലാണ്ട് നടക്കില്ല. നിങ്ങൾക്ക് പാവപ്പെട്ടവരാന്നൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കതിന് സാധിക്കില്ല. അതുപോലെ ചികിത്സാ ഇൻഷുറൻസ്